ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആംബ്രെയിൻ കമ്പനിയുടെ സ്ട്രിങ്സ് എന്ന സ്ട്രിങ്സ് 38 വയേർഡ് ഹെഡ്ഫോൺസ് ആണ്. ഇത് നമുക്ക് 199 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട്, ഹൈ ബാസ്, പിന്നെ 3.5 mm സ്റ്റീരിയോ പ്ലഗ്, ഇൻലൈൻ മൈക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്, എങ്ങനെയുണ്ട് ഈ ഹെഡ്ഫോൺ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം, വിശദമായിട്ട് കാണാം. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ സൈഡിൽ 2 സ്റ്റിക്കർ ഉണ്ട്, അത് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് കേസിങ്ങിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഹെഡ്സെറ്റ്സ് വരുന്നത് അതിനിരിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക് കേസിങ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു അവരുടെ വാറണ്ടി ഡീറ്റെയിൽസിൻ്റെയൊക്കെ ഒരു പേപ്പർ കൂടി നമുക്കതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമുക്ക് നേരത്തെ വന്നിരുന്നത്, നമ്മൾ നേരത്തെ ചെയ്ത പീട്രോണിൽ ജസ്റ്റ് ഒരു കടലാസിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ബോട്ടിൻ്റെയൊക്കെ ഇതുപോലെ തന്നെ വന്നിരുന്നത്. ബോട്ടിൻ്റെ ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കേസിങ്ങിലാണ് അതിൻ്റെ ഹെഡ്ഫോൺ വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹെഡ്ഫോൺ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ഒരു നല്ല ഫീലിംഗ് ആണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് 2 എക്സ്ട്രാ ഇയർബഡ്സ് ഉണ്ട്. ആ ഇയർബഡ്സിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും, നോർമലിനേക്കാളും വലുതും ഒരെണ്ണം നോർമലിനേക്കാളും ചെറുതുമാണ്. നിങ്ങളുടെ ചെവിയുടെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആംബ്രെയിൻ സ്ട്രിങ്സ് ഹെഡ്ഫോൺ വരുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം. ഇതിൻ്റെ ഇയർബഡ്സ് വരുന്നത് മെറ്റലിലാണ് ഇതിൻ്റെ ഹെഡ് പീസ് വരുന്നത്. അപ്പോൾ അതിന് മാഗ്നറ്റ് ഇല്ലാണ്ടാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ 3.5 mm ജാക്ക് നോർമൽ ജാക്കാണ്. പിന്നെ ഇത് നമുക്ക് അതിൻ്റെ വാറണ്ടി രജിസ്ട്രേഷനുള്ള കോഡും, പിന്നെ ഇതിൻ്റെ നമ്മളൊന്ന് റേറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അവർ. പിന്നെ എന്തെങ്കിലും ക്വറി അല്ലെങ്കിൽ അഡ്വൈസ് വേണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള ഈ പേപ്പറിൽ ഉള്ളത്. ഡീസൻറ്റ് ക്വാളിറ്റി വയേഴ്സ് ആണ് ഇതിൻ്റെ വരുന്നത്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതൊരു നല്ലൊരു ടച്ച് ഫീൽ ഉണ്ട്. അത് ടാങ്കിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടാങ്കിൾ ചെയ്യാത്ത വയറാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ടാങ്കിൾ ചെയ്യാൻ ചെറിയൊരു ചാൻസ് ഉള്ള പോലെ തോന്നി. 1 മീറ്റർ 20 സെൻറ്റിമീറ്ററാണ് വയറിൻ്റെ നീളം. അത് നമുക്ക് യൂഷ്വലി ഉള്ള ലെങ്ത്താണ്, സാധാരണ വരുന്നതിൻ്റെയൊക്കെ പോലെയുള്ള ലെങ്ത്താണ് ഇതിന് വരുന്നത്. ഇതാണ് അതിൻ്റെ മൈക്ക് പീസ് വരുന്നത്. ഇതിൽ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് കോൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ സോങ് സ്കിപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ നമുക്ക് ഇതിലുള്ളൂ. ഈ ബട്ടൺ നമ്മൾ ഒരു പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പോസ് ആവും. പിന്നെ 2 പ്രാവശ്യം ഡബിൾ ക്ലിക്ക്, വളരെ ഫാസ്റ്റായിട്ട് 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിലേക്ക് പോകും. ഇതിൻ്റെ ഇയർബഡ്സിൻ്റെ ആ റബ്ബർ വളരെ തിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 199 റുപ്പീസേ വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഈ റേഞ്ചിൽ വരുന്നതിലെല്ലാം ഞാൻ ഇതുപോലത്തെ കണ്ടിട്ടുള്ളൂ. പിന്നെ മെറ്റലിൻ്റെയാണ് നമ്മുടെ ഹെഡ്സെറ്റ് വരുന്നത്. പക്ഷേ അതിൽ മാഗ്നറ്റൊന്നും അവർ കൊടുത്തിട്ടില്ല. മാഗ്നറ്റൊക്കെ വേണമെങ്കിൽ അവർക്ക് ഫിറ്റ് ചെയ്യായിരുന്നു, ചെറിയൊരു എമൗണ്ടിലേ വരുള്ളൂ. എനിക്ക് തോന്നുന്നത് അലൂമിനിയത്തിൻ്റെയാണ് അത് വരുന്നതെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് കൊടുക്കുന്നത്. ഹൈസ് വളരെ ഇത്തിരി അല്പം മുകളിലേക്കാണ് നിൽക്കുന്നത് ഹൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇയർ സെൻസിറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ചെറിയൊരു പ്രശ്നം വരാം. അതല്ലെങ്കിൽ നല്ല ക്ലാരിറ്റി പോലത്തുള്ള സൗണ്ട് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മിഡും ബേസും അതൊരു ഒരു ബിറ്റ് ആവറേജിൽ നിന്നും കുറച്ച് കുറഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഓവറോൾ സൗണ്ട് ക്വാളിറ്റി നോക്കുമ്പോൾ ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കൊരു 199 റുപ്പീസിൻ്റെ ഹെഡ്സെറ്റിൽ നിന്ന് നമുക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ ഡെയിലി യൂസേജിനൊക്കെ മീൻസ് നമ്മുടെ നോർമൽ യൂസേജിന്, നിങ്ങൾ പാട്ട് കേൾക്കാനാണെങ്കിൽ, മ്യൂസിക് എന്തൂസിയാസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നല്ല സെറ്റുകളായിരിക്കും നോക്കേണ്ടത്. പക്ഷെ നോർമൽ യൂസേജ്, ഫോൺ പർപ്പസ്, ഇതിൻ്റെ മൈക്ക് കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ നോർമൽ യൂസേജിന് നമുക്കത് പറ്റുന്നതാണ്. അധികം ഫീച്ചേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് 199 റുപ്പീസ് ഉള്ളൂ. ഡീസൻറ്റ് പാക്കിംഗ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ സൗണ്ടും ഡീസൻ്റ് ആണ്. നിങ്ങൾക്കിത് വാങ്ങണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങാം. ഇതിനു മുമ്പ് ഞാൻ പീട്രോണിൻ്റെ ഒരു റിവ്യൂ ചെയ്തിരുന്നു, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതും 199 റുപ്പീസിൻ്റെ തന്നെ ഹെഡ്ഫോണാണ്. അതെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാം, പീട്രോണിൻ്റെ ഹെഡ്സെറ്റ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാനിവിടെ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.